സർ, ഇത് പരീക്ഷകളുടെ ഒരു കാലമാണല്ലോ. അതെ. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും കണക്കെന്ന ഈ വിഷയത്തിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആൻസർ ചെയ്യേണ്ടത്, അതിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഇതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്ന കാര്യം പറയാം. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ അറിഞ്ഞിരിക്കണമെന്നില്ല, ഏതൊരു കുട്ടിക്കായാലും. അപ്പോൾ അത് കാരണം നമ്മൾ അത് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു 15 മിനിറ്റ് അതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയം പലപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്തിടണം. നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ്, നല്ലോണം അറിയുന്ന ക്വസ്റ്റ്യൻസൊക്കെ മാർക്ക് ചെയ്തിടണം. എന്നിട്ട് ആദ്യം 2-3 പേജ് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആൻസറാണ് എഴുതേണ്ടത്. 2-3 പേജ്. യാതൊരു കാരണവശാലും അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ആദ്യത്തെ പേജിലൊന്നും വരാൻ പാടില്ല. നീറ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ 1-2 പേജ് നിർബന്ധമായിട്ടും അറിയുന്ന ക്വസ്റ്റ്യനേ പാടുള്ളൂ. അപ്പോൾ എങ്കിൽ മാത്രമേ ടീച്ചറിന് ഒരു നല്ലൊരു മനസ്സ് കിട്ടുള്ളൂ നോക്കാനായിട്ട്. ടീച്ചർ ആ പേപ്പർ നോക്കാൻ നേരത്ത്, പ്രത്യേകിച്ച് ബോർഡ് എക്സാമിനൊക്കെ ആണെങ്കിൽ കുട്ടികളെ അറിയാൻ പറ്റില്ല ടീച്ചറിന്. ഏത് സ്കൂളിൽ നിന്നാന്ന് പോലും ടീച്ചറിന് അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ടീച്ചർ അല്ലാത്ത കാരണം തന്നെ നമ്മളെന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും വ്യക്തമായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇത് ആൻസർ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 2-3 പേജ് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടാകുന്ന നോക്കാം. പലപ്പോഴും കുട്ടികൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറക്കാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അവസാനം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ അറിയാത്ത ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം എന്നുള്ള നിർബന്ധമാണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തെറ്റായിട്ട് പ്രിൻറ്റ് ചെയ്യുകയോ മറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഇപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 2-3 പേജ് അറിയുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുക, അവസാനം അറിയാത്ത ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇതിലൂടെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് തെറ്റിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇതിന് മാർക്ക് കിട്ടുന്നതാണ്. ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.